ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആണ്. ബോട്ടിൽ ഫസ്റ്റ് കോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടായി ഞാൻ അടിക്കുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ്. ഞാൻ വലിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വലിയ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബോട്ടിൽ നല്ല ഫിനിഷിൽ കിട്ടും. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ടും ഈ ലൈറ്റ് ബ്ലൂ കളർ ഒന്ന് അടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സാണ്. നമുക്ക് ഓരോ കളർ പേപ്പേഴ്സും ഇതേപോലെ ഒരു സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. ഒരു കടലച്ചുഴിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓരോന്നായിട്ട്. ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് ഫെവിഗോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ വേസ്റ്റായി വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കളറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും റെഡിയായി. ഇനി നമുക്ക് ബോട്ടിൽ ഡ്രൈ ആയി നോക്കാം. ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗേളിനെ ഇവിടെ വരഞ്ഞെടുക്കണം. അപ്പോൾ ഗേള് ഫുള്ളായിട്ട് വരേണ്ട, ഒരു ഹാഫ് മതി ഗേളിൻ്റെ. നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്ര ഭാഗം മതി നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കിത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് ഫില്ല് ചെയ്യാം. നമ്മളത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രോക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഓരോ കളർ നമുക്കായിട്ട് ഒട്ടിക്കാം. അങ്ങനെ ആകുമ്പോൾ മിക്സ്ഡ് കളറാകുമ്പോൾ നല്ല ഭംഗി കിട്ടും നമ്മളെ ഫ്രോക്ക് കാണാൻ. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫെവിഗോളിൻ്റെ SH യൂസ് ചെയ്താൽ മതി. SH ആകുമ്പോൾ നല്ല നേരെ ഒട്ടിക്കിട്ടും. ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഈ സെക്കൻഡ് ലെയർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് ഒട്ടിക്കണം. ഓവർ അടിയിക്കും പോകരുത്, ഓവർ മേൽക്കും പോകരുത്. നമുക്ക് സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യാം. നമുക്ക് തേർഡ് ലെയർ ഇതുപോലെ നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാം. ബോട്ടിലിൽ നമുക്ക് ഇങ്ങനെ ഇത് ചിലതൊന്നും ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മേൽഭാഗം ആയതുകൊണ്ട് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ മേൽഭാഗവും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേൽഭാഗത്തായിട്ട് കുറച്ച് മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രോക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ.
ഗോൾഡൻ കളറ് മുത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുത്ത് യൂസ് ചെയ്യാം. ഇതുവരെ മതി മുത്തുകൾ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ ത്രെഡാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ ബോട്ടിലിൻ്റെ ഫുൾ ലുക്കാണ് ഈ കാണുന്നത്. നമുക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്.